അദ്ദേഹം പറഞ്ഞത് മലപ്പുറം ജില്ല ഒരു പ്രത്യേക രാജ്യമാണ്. അവിടെയുള്ള ഒരു പ്രത്യേക വിഭാഗം ആളുകൾക്കിടയിൽ അമുസ്ലിങ്ങൾ അതല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗം ആളുകൾ ഭയപ്പാടോടുകൂടെയാണ് അവർ ജീവിക്കുന്നത് എന്നൊക്കെ അദ്ദേഹം വളരെ കൃത്യമായി കൊണ്ട് പറയുകയുണ്ടായി. നമുക്ക് പറയാനുള്ളത്, ഇങ്ങനെ ധാരാളം ആളുകൾ ഇസ്ലാമിനെ കുറിച്ചും അതല്ലെങ്കിൽ മുസ്ലിങ്ങളെ കുറിച്ചും മുസ്ലിങ്ങൾ ജീവിക്കുന്ന പ്രദേശങ്ങളെ കുറിച്ചൊക്കെ പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി പറയാൻ നിയ്യത്ത് വെച്ചിരിക്കുന്ന ആളുകളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കുക. മലപ്പുറത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരാഴ്ചയെങ്കിലും മലപ്പുറത്ത് വന്ന് താമസിച്ചതിനെ കുറിച്ച് പറയാം. അതല്ലെങ്കിൽ ഒരാഴ്ച മലപ്പുറത്ത് താമസിച്ച ഒരാളെ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ഞാൻ പറയാൻ പോകുന്നുണ്ട്, ഇതൊക്കെ ശരിയാണോ എന്നെങ്കിലും ഒന്ന് അന്വേഷിച്ച് പറയാൻ നമ്മൾ മനസ്സ് കാണിച്ചാൽ യാഥാർത്ഥ്യം ബോധ്യപ്പെടുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരു അടിത്തറയും അടിസ്ഥാനവും ഇല്ലാത്ത ആശയങ്ങൾ, അതിലേറെ സന്തോഷം തോന്നുന്ന കാര്യം അറിയോ, ഇങ്ങനെ ഒരു വിമർശനം വന്നപ്പോൾ ആദ്യം പ്രതികരിച്ചു തുടങ്ങിയത് മലപ്പുറം ജില്ലയിലുള്ള അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളാണ്. വർഷങ്ങളായിട്ട് ഇവിടെ ജീവിക്കുന്ന, വർഷങ്ങളായിട്ട് സ്നേഹത്തോടെയും ഒരുമയോടെയും ജീവിക്കുന്ന ഇവിടുത്തെ മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾ ധാരാളമായി കൊണ്ടത് പ്രതികരിക്കുകയും അതിന്റെ യാഥാർത്ഥ്യം വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഇന്നോ ഇന്നലെയോ കഴിഞ്ഞ ദിവസങ്ങളിലോ തുടങ്ങിയതല്ല. ഇത് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഉൾച്ചേർന്നിട്ടുള്ള ഒരു ഏടാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ എന്നുള്ളത് നമ്മൾ ഉൾക്കൊള്ളുക. വളരെ ആരോഗ്യകരമായി കൊണ്ട് തന്നെ പ്രതികരിക്കാൻ അത് നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇസ്ലാമിന്റെ ആശയം എന്ത് എന്ന് പറഞ്ഞു കൊടുക്കാനും, ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ധാരാളമായി കൊണ്ട് താമസിക്കുന്ന ജീവിക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ പോലും ഒരു മനുഷ്യനെ പോലും നിർബന്ധിതമായി ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനോ അവനെ ഇസ്ലാമിക ആശയങ്ങൾ അതിന്റെ വക്താവാക്കി മാറ്റാനോ ഒരു മുസ്ലിമിന് പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ലാ ഇക്രാഹ ഫിദ്ദീൻ എന്ന് വളരെ കൃത്യമായി കൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഒരു നിർബന്ധങ്ങളുമില്ല ഇസ്ലാമിൽ, ആരെയും നിർബന്ധിച്ചു കൊണ്ടുവരേണ്ട കാര്യവുമില്ല എന്നുള്ളതും ഖുർആൻ ഏറെ വ്യക്തമായി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇത്തരം യാഥാർത്ഥ്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുകയും അതോടൊപ്പം തന്നെ ഇത് പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് പ്രിയമുള്ളവരെ ആത്മാർത്ഥമായി കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രകോപിതരാകുന്നതിന് പകരം വളരെ ബൗദ്ധികമായി അതോടൊപ്പം തന്നെ വിവേകത്തോടു കൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്.